LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് നിക്ഷേപകരുടെ പരാതി. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട പ്രതിഷേധത്തിലാണ് ഇവർ. പണം തിരികെ ലഭിക്കാതായതോടെ നിക്ഷേപകർ കോടതിയെയും സമീപിച്ചിരുന്നു. നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാൻ ബാങ്ക് കയറിയിറങ്ങി നടന്ന മടുത്തെന്നാണ് നിക്ഷേപകരുടെ പരാതി. വൻ തുക നിക്ഷേപമുള്ളവരാണിവർ. 11 ലക്ഷം രൂപയാണ് തിരികെ ലഭിക്കാനുള്ളതെന്ന് പയ്യനാമൺ സ്വദേശി ആനന്ദൻ പറയുന്നു. കുടുംബമായി എത്തി ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്നാണ് ആനന്ദൻ പ്രതിഷേധിച്ചത്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പണം തിരികെ ആവശ്യപ്പെട്ട് കോടതിയെയും സമീപിച്ചിരുന്നു. മുൻഗണനയനുസരിച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. പക്ഷേ ഉത്തരവ് ഇതുവരെയും നടപ്പായില്ല. ഞാനിപ്പോ ഈ പൈസയ്ക്ക് തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 8-ാം തീയതി വീണ്ടും വന്നു. അവര് പറയുന്നത് 50,000 രൂപ നോക്കട്ടെ, 11 ലക്ഷത്തിന് 50,000 രൂപ നോക്കട്ടെ. എനിക്ക് മൊത്തം പൈസയും വേണം, ഇല്ലെങ്കിൽ എന്റെ പിള്ളേരുടെ കാര്യം അതോ മതിയാ. ഞാനൊരു ഹൃദയരോഗിയാ. ഞാനിതെല്ലാം അവരോട് പറഞ്ഞു. ഗുളിക വാങ്ങിക്കുന്ന ലിസ്റ്റും കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു ഇവിടെ ഉള്ളത് തരാമെന്ന്. ഇവിടെ ഗ്യാസിന്റെ ഗുളികയേ ഉള്ളൂ, എനിക്ക് ഹാർട്ടിന്റെ അസുഖം. ആ ഗുളികയൊന്നും ഇവിടെ ഇല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കൂലിപ്പണി ചെയ്ത് നടക്കുന്നവനാ. അങ്ങനെ കൊണ്ട് നിട്ടതാ. വയ്യാതെ വരുമ്പോൾ ഗുളിക വാങ്ങിക്കാമെന്നും പറഞ്ഞു. അന്നേരം ഒന്നും ഇവര് പൈസ തരുന്നില്ല. തരാൻ ഇങ്ങനെ പറയുക. എന്റെ വീട്ടുകാരന് സുഖം ഇല്ലാത്തത്, അതിന് വായിക്കാത്തൊരു ക്യാൻസർ വന്നത്, എനിക്ക് ഒരു തളർച്ച വന്ന ഒരു രോഗിയാണ് ഞാൻ. വീട്ടുകളിൽ പോയി പാത്രങ്ങൾ തേച്ച് ഉണ്ടാക്കി ബാത്റൂമും കഴുകി ഉണ്ടാക്കി പൈസ ഈ കിടക്കുന്ന പൈസ അതെ ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടിട്ടതാ. എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. ഇവരെ കൈ കിടന്നാലെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശുപത്രി കയറാൻ പറ്റുമോ? ഞാനിപ്പോ ഇവിടെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ബുധനാഴ്ച വാ എന്നൊക്കെയാ പറഞ്ഞു. ഒരേ ദിവസം ഒരേ ഡേറ്റും ദിവസവും പറഞ്ഞിങ്ങനെ അങ്ങ് വിട്ടാൽ മാത്രം മതിയോ? നമ്മള് കൂലിപ്പണി ചെയ്ത് കൊടുത്ത പൈസയില്ലേ, അത് കിട്ടണ്ടായി. പണം തിരികെ നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി നൽകുമെന്നാണ് ബാങ്ക് അധികൃതരുടെ വാദം. പണം തിരികെ നൽകാൻ നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, പത്തനംതിട്ട.